ആദ്യം തന്നെ വിറവടുപ്പ് കത്തിക്കും. 5 ചെറിയ ഉള്ളി എടുത്ത് ഒന്ന് നോക്കാതെ തീയിലോട്ട് അങ്ങിട്ടോ. കൈ പൊള്ളാതെ പെട്ടെന്ന് ഇട്ടേക്കണം കേട്ടോ. ചെറിയ ഉള്ളി അവിടെ കിടന്ന് വേവട്ടെ. സമയം കളാതെ ഒരു 4 വറ്റൽമുളക് എടുത്തോ. ഒന്നും നോക്കാതെ ചെറിയ ഉള്ളിക്ക് കൂട്ടായി തീയിലോട്ട് അങ്ങിട്ടോ. വറ്റൽമുളക് പെട്ടെന്ന് കരിഞ്ഞിട്ട് അതിന് മുന്നേ ഇനി എടുത്തോളണം. അങ്ങനെ വറ്റൽമുളക് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ചെറിയ ഉള്ളി നമ്മൾ ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞ മുളകും ഉള്ളിയും ചുട്ടെടുത്തു. ഇതിനോടൊപ്പം ആവശ്യത്തിന് കുറച്ച് പുളിയും ഉപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഉള്ളിയുടെ പുറത്തുള്ള തൊലി എടുത്ത് കളഞ്ഞിട്ട് പാത്രത്തിൽ ആക്കിയിട്ടുണ്ട്. അതൊന്ന് കഴുകി മാറ്റി വെക്കാം. കഴുകി മാറ്റിയ ഉള്ളിയിലേക്ക് ചുട്ടുവെച്ച മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇടുമ്പോൾ 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഉപ്പും ചേർത്ത് കൊടുക്കാം. ചുട്ടുവെച്ച ഉള്ളിയിലേക്കും മുളകിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ഇട്ട് കൊടുത്തേ. ഇനി ഒന്നും നോക്കാനില്ല, കൈ നല്ലവണ്ണം കഴുകിയിട്ട് ഞവടി കൊടുക്കുക. ഈ തൊട്ടുകൂട്ടാൻ വെക്കുന്നത് പണ്ടുള്ള ആൾക്കാരാണ് വെക്കുന്നത്. എൻ്റെ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നെ. ചില ആൾക്കാർ പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. നമുക്കിവിടെ ഒന്നും വേണ്ട, നമ്മളായിട്ട് ഈ 4 ഐറ്റം മാത്രമേ ഉള്ളൂ. ഇനി ഞവടി കൊടുക്കുന്ന കാര്യത്തിൽ ആരും പിശുക്ക് കാണിക്കേണ്ട. നല്ല വെണ്ണം ഞവടി കൊടുക്കണം, എന്നാലേ അതിൻ്റെ രുചി വരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് തിളപ്പിച്ച് തണുത്ത വെള്ളം ശകലം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ല വെണ്ണം അത് ഞവടി കൊടുക്കുക. നമ്മൾ ഞവടി ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. കളറൊക്കെ മാറി ഒരു കറുത്ത കളറായിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴത്തേനും നമുക്ക് ഉപ്പും പുളിയും പരുവത്തിന് തന്നെയൊന്നും നമുക്കൊന്ന് നോക്കാം. ഞാനുണ്ടാക്കിയ കറക്റ്റ് പരുവായിരുന്നു. ഇതാണ് പുളിയും മുളകും കൂട്ട്. നല്ല ചൂട് ചോറിനോട് ഈ ഒരു കൂട്ട് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.